വളരെ സങ്കടത്തോടും ഭയങ്കര വിഷമത്തോടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ തൊട്ടുണ്ടല്ലോ കടമുക്കുടി, അതായത് പെരിയാർ പുഴ ഒഴുകുന്ന, അതായത് പെരിയാർ ഒഴുകുന്ന സ്ഥലങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും മീനുകളെല്ലാം ചത്ത് പൊങ്ങുവാണ്. അതായത് വിഷം കലർന്നിട്ട്, അതായത് ഈ ഫാക്ടറി മെയിനായിട്ട് ഏലൂർ ഫാക്ടറിയിൽ നിന്ന് വരുന്ന വിഷം കലർന്നിട്ടാണ് ഈ മീനുകളെല്ലാം ചത്തുപോകുന്നത്. പല ആളുകളുടെയും കൃഷി, അത് പല ആളുകളും ഒരുപാട് പൈസ മുടക്കിയാണ് ഇതുപോലെ മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് വളർത്തുന്നതും അതുപോലെ പരിപാലിക്കും. പല കെട്ടുകളിലെയും പല പുഴകളിലെയും ഇതാണ് അവസ്ഥ. അതിൽ നിന്ന് ഒരുപാട് പേര് മീൻ പിടിച്ച് പല സ്ഥലങ്ങളിലും കൊടുത്തയക്കുന്നുണ്ട്. ഇതൊന്നും അറിയാണ്ട് ഒരുപാട് പേരും ഈ മീൻ മേടിച്ച് കഴിക്കുന്നുണ്ട്. അവർക്ക് ഗുരുതരമായ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഇന്നലെ എന്റെ ഒരു ആന്റി കരിമീൻ കഴിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ അത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് അവർക്ക് അറിയില്ല. അവര് റോഡ് സൈഡിൽ നിന്ന് എവിടെ നിന്നാണ് മേടിച്ചത്. പക്ഷെ അവരിപ്പോ രാജഗിരി ഹോസ്പിറ്റലിലാണ്. അപ്പൊ നിങ്ങൾ അവസ്ഥ മനസ്സിലാക്കണം. ഈ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കാണ് ഇത് ബാധിക്കുന്നത്. കാരണം നമ്മളിപ്പോ ഇതിന്റെ പേര് എന്തോരം സ്ട്രഗിൾ ചെയ്യുന്ന, ഇപ്പൊ ഇതുപോലെ എത്രയോ പേര് മേടിച്ചിട്ട് അവർക്ക് എന്ത് പറ്റുമെന്ന് അറിയാം. ചിലപ്പോൾ മരിച്ചു വരെയും പോകാം. കാരണം അത്രയും വിഷമാണ് ഇപ്പോ ഈ പുഴയിലൂടെ ഒഴുകുന്നത്. അത് ആർക്കും അറിയില്ല. എനിക്ക് ലൈക്ക് കിട്ടാനോ കമന്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഒരാളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് ദിവസത്തേക്ക് മീൻ മേടിച്ച് കഴിക്കരുത്. അത് ഏത് കടയിൽ നിന്നാണെങ്കിലും ഏത് സ്ഥലത്താണ്. കാരണം പ്രത്യേകിച്ച് വരാപ്പുഴ, കടമുക്കുടി, ചേരാനെല്ലൂർ, കോട്ടുള്ളി, ആലുവ ഭാഗത്തുള്ള പെരിയാർ പുഴ ഒഴുകുന്ന സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും മിക്ക മീനുകളും ചത്തു പൊങ്ങുന്നതാണ്. ആ വീഡിയോ എനിക്ക് കാണുന്നത്. അത് വിഷം കലർന്നിട്ടാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്. നമ്മൾ പ്രതികരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ